വി രാജേഷിനെ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തീരുമാനത്തെ ഒരു മികച്ച ഡിസിഷനായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. ഒരു റൈറ്റ് ഡിസിഷൻ, പ്രാക്ടിക്കലായുള്ള ഒരു തീരുമാനം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. മികച്ച രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു മുഴുവൻ സമയ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ വി രാജേഷ് ഈ ഒരു സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹനാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് തലസ്ഥാനത്തെ ബി.ജെ.പിയുടെ ഒരു പ്രധാന മുഖങ്ങളിലൊന്നാണ് വി രാജേഷ്. പടിയായി ഉയർന്ന് ABVP-യിലൂടെ വന്ന് അതിനുശേഷം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ എത്തി. അതിനുശേഷം ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൂടാതെ തന്നെ കൗൺസിലർ എന്നുള്ള നിലയിലും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി രാജേഷ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. RSSനും വളരെ സജീവമായി തന്നെ താല്പര്യമുള്ള ഒരു ലീഡറാണ് വി രാജേഷ്. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന വ്യാപകമായി തന്നെ അറിയപ്പെടുന്ന ഒരു ലീഡറാണ്. അപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷനിൽ ചരിത്ര നിയോഗത്തിന് ബി.ജെ.പി തയ്യാറാകുമ്പോൾ വി രാജേഷ് മികച്ച ഓപ്ഷൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ശ്രീലേഖയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീലേഖയുടെ ഒരു ഫേസ് വാല്യൂ, അതുകൂടാതെ അവരുടെ ഒരു എക്സ്പീരിയൻസ്, അതെല്ലാം ബി.ജെ.പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയതിൽ അതും ഒരു ഫാക്ടറാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അത് ഡീൽ ചെയ്യാൻ ശ്രീലേഖയ്ക്ക് സാധിക്കില്ല. കാരണം ശ്രീലേഖ ബേസിക്കലി ഒരു പൊളിറ്റീഷ്യൻ അല്ല. അപ്പോൾ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ശ്രീലേഖ ലെസ് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അതൊരു തിരിച്ചടിയാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ക്രൈസിസ് മാനേജറെ കൂടിയാണ്. കാരണം വെറും ഒരു മേയർ ആവുക എന്നതല്ല, ചരിത്ര നിയോഗത്തിലേക്ക് എത്തുമ്പോൾ ക്രൈസിസ് ഒരുപാട് ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യ ഏറെ. അതുമാത്രമല്ല UDF-ൽ ശബരിനാഥനെ പോലുള്ള ലീഡേഴ്സ് ഉണ്ട്. LDF-ലാണെങ്കിൽ മുൻ മേയർ ശ്രീകുമാർ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ RP ശിവജി, പിന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വഞ്ചിയൂർ ബാബു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരു ക്ലസ്റ്റർ ഓഫ് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം പ്രശ്നങ്ങളും അതുകൂടാതെ തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പൊളിറ്റിക്കൽ ഡ്രാമയൊക്കെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പി ആണ് ഭരിക്കാൻ പോകുന്നത്. ബി.ജെ.പി ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. അപ്പം ഇനിയിപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ ഒരു പ്രത്യേക ബീറ്റൊക്കെ ഉണ്ടാക്കി ബി.ജെ.പിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രം, ഈ കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രം ഒരു സംവിധാനമൊക്കെ ഉണ്ടാകും. ഇപ്പം നിരന്തരം വാർത്തകളൊക്കെ വരും ബി.ജെ.പിക്കെതിരെ, ബി.ജെ.പിയെ എങ്ങനെയെങ്കിലുമൊക്കെ ഡിമോറലൈസ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം മേയറായിട്ട് വരേണ്ടത്. അതുകൊണ്ട് തന്നെ വി രാജേഷ് നിലവിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. പ്രാക്ടിക്കലി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം വി രാജേഷ് എന്ന് പറയുന്ന ഒരു ലീഡർ സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ലീഡറാണ്. ചാനൽ ചർച്ചകളിൽ സുപരിചിതനാണ്. പക്ഷേ അങ്ങനെ മാത്രമല്ല, താഴെത്തട്ടിൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറാണ്. RSSൻ്റെ കൃത്യമായിട്ടുള്ള പിന്തുണയുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു തിരുവനന്തപുരത്തിന് പറ്റിയ ഒരു മേയർ എന്നുള്ള രീതിയിൽ തന്നെ ഉയർന്നു വരാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് വി രാജേഷ്. അപ്പോൾ വി രാജേഷിൻ്റെ ആ ഒരു നിയോഗം ഒരു മികച്ച ഒരു ഓപ്ഷനായിട്ട് തന്നെ ബി.ജെ.പിക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ശ്രീലേഖയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ അവർ മത്സരിക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു ഡെപ്യൂട്ടി മേയർ പോസ്റ്റിലേക്ക് അവരെ ഒതുക്കാതെ തന്നെ അവരെ ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ബി.ജെ.പിക്ക് മുമ്പിലുള്ള ഓപ്ഷൻ. കാരണം അവർ വന്നതിന് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ ബി.ജെ.പിയുടെ ഗുഡ്വിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 50 വാർഡുകളൊക്കെ നേടുക എന്ന് പറഞ്ഞാൽ സാധ്യമായൊരു കാര്യമായിരുന്നു പാർട്ടിക്ക് മുമ്പിലുണ്ടായിരുന്നത്. അതും മറികടന്ന് ആ ഒരു വികസനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ഒരു താല്പര്യം ബി.ജെ.പിക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. അതുമാത്രമല്ല ഒരു ഭരണമാറ്റം, നിലവിലെ ഭരണകൂടത്തോടുള്ള ആ ഒരു ആൻറ്റി ഇൻകംപൻസി ഫാക്ടർ, നിലവിലെ മേയർക്കെതിരെയുള്ള വികാരം, ഇതെല്ലാം ചാനലൈസ് ചെയ്യാൻ ബി.ജെ.പിക്ക് സാധിച്ചു. പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിൽ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ വി രാജേഷ് മേയറായിട്ട് എത്തുന്നത് എല്ലാ അർത്ഥത്തിലും മികച്ച ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം പാർട്ടിയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. നിലവിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു കൗൺസിലറുടെ ആ ഒരു അഭാവത്തിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വാർഡിൽ കൂടി വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ രണ്ട് സ്വതന്ത്രരുടെ പിന്തുണ ലഭിക്കണം. അവരുടെയൊക്കെ പിന്തുണ ബി.ജെ.പി നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർ അത്യാവശ്യമാണ്. പിന്നെ വി രാജേഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. കാരണം പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ, MT രമേശ് ഇവർക്കൊക്കെ ശേഷം പിന്നെ യുവമോർച്ചയിലൂടെയൊക്കെ വളർന്ന് ഒരു ജനകീയനായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് ബി.ജെ.പിയിൽ വന്നത് വി രാജേഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഒട്ടും അപരിചിതനല്ല വി രാജേഷ്. പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. മാധ്യമങ്ങളെയൊക്കെ നേരിടാനും അവരോട് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് വി രാജേഷ്. ഒരു സ്വന്തം ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഒരു മിതവാദി ഇമേജ് കൂടി വി രാജേഷിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ തന്നെ ആശിച്ചൊരു ഭരണം കിട്ടുമ്പോൾ ഏൽപ്പിക്കേണ്ടത് അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ്. അക്കാര്യത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ബി.ജെ.പി പരിഗണിച്ച
ജനിച്ചിരിക്കുന്ന ആശാനാഥും മികച്ചൊരു നേതാവ് തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന, സമരരംഗത്തൊക്കെ സജീവമായിട്ടുള്ള ഒരു ലീഡറാണ്. എക്സ്ട്രീംലി പോപ്പുലറാണ്, സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറാണ്. അതുകൂടാതെ തന്നെ പ്രവർത്തന രംഗത്തും നല്ല അനുഭവ പരിചയമുണ്ട്. ഇപ്പോൾ തുടർച്ചയായ 3ാമത്തെ തവണയാണ് കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് പോലുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് BJPക്ക് 10,000-ലധികം വോട്ടുകൾ അധികം നേടിക്കൊടുത്ത 30,000-ഓളം വോട്ടുകൾ നേടിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആശാനാഥ്. അപ്പോൾ ആശാനാഥ് സംസ്ഥാന വ്യാപകമായി തന്നെ BJPയിൽ അറിയപ്പെടുന്നൊരു ലീഡറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഭാവിയിൽ ഒരു സംസ്ഥാന വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ ഉയർന്നു വരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലീഡറാണ്. വൈബ്രൻ്റ് ആണ്, എനർജറ്റിക് ആണ്. അതുകൂടാതെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുന്ന ഒരു ലീഡറാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ VV രാജേഷ് ആണെങ്കിലും ആശാനാഥ് ആണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തകർക്ക്, അതായത് BJPയുടെ സാധാരണ പ്രവർത്തകർക്ക് വളരെ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ചോയ്സ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഉചിതമായ തീരുമാനം തന്നെയാണ് BJP ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം അത്രയും വലിയ ടാസ്ക്കാണ് BJPക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഒന്നാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാൻ പോകുന്നു, വികസിത അനന്തപുരി എന്നുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നു, പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, വലിയ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പുരോഗതി ഭരണത്തിൽ ഉണ്ടാക്കേണ്ടത് BJPക്ക് മുമ്പിലുള്ള ഒരു പ്രധാന വെല്ലുവിളിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു തീരുമാനം തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മേയർ തെരഞ്ഞെടുപ്പിനായിട്ട് കാത്തിരിക്കാം.